പൂരങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പൂരപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഏകദിന ഉപവാസം. പൂരപ്രേമി സംഘം ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. ആനന്ദ് പുത്തൂർ വിവരങ്ങളുമായി ചേരുന്നു. ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ഓരോ ദിവസം കഴിയുന്തോറും തൃശ്ശൂരിൽ ഉയർന്നു വരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്നെന്തായാലും ഈ തൃശ്ശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻവശം പൂരപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഏകദിന ഉപവാസ സമരം നടക്കുന്നത്. മേളപ്രമാണികൾ എല്ലാവരും ഇവിടെയുണ്ട്. എന്തായാലും ഈ പൂരപ്രേമി സംഘത്തിന്റെ പ്രതിനിധികളോട് തന്നെ ചോദിക്കാം, അതായത് എന്താണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് കിടക്കുന്നത്? നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ആനയെഴുന്നള്ളിപ്പും വെടിക്കെട്ടുമടക്കമുള്ള കാര്യങ്ങളിൽ അനിയന്ത്രിതമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായി പൂരപ്രേമി സംഘം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കഴിഞ്ഞ നവംബറിൽ വന്ന വിധിക്ക് ശേഷം പ്രക്ഷോഭ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇന്നത്തെ ഈ ഏകദിന ഉപവാസം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ പൂരപ്രമാണിയായ പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും മേളം പ്രമാണിച്ചിട്ടുള്ള ഈ നൂറ്റാണ്ടിൻ്റെ തന്നെ മേളപ്രമാണിയായ ശ്രീ കിഴക്കൂട്ട് അനിയന്മാരാണ് അതിന് നേതൃത്വം നൽകുന്നത്. ഇത്തരത്തിലുള്ള ഗാന്ധിയൻ സമരമാർഗങ്ങളിലൂടെ ഈ നിയമങ്ങൾ മനുഷ്യനു വേണ്ടിയുള്ളതാണ്. അതിനുവേണ്ടി കൃത്യമായ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനു വേണ്ടി വിവിധങ്ങളായ ആളുകൾ ഈ സമര പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ പരിപാടിയിൽ പറമേക്കാവ് വിഭാഗത്തിൻ്റെ മുൻ പഞ്ചവാദ്യ പ്രമാണിയായ ശ്രീ പരക്കാട് തങ്കപ്പമാരാർ, ശ്രീ മേളപ്രമാണിയായ ചെറുശ്ശേരി കുട്ടന്മാരാർ അടക്കമുള്ള നിരവധിയായ മേളപ്രമാണിമാരും അതോടൊപ്പം തന്നെ പൂരസംഘാടകരും മറ്റ് വിഷയങ്ങളിൽ വെടിക്കെട്ടായാലും ഇലൂമിനേഷനായാലും പന്തൽ വർക്കുകളായാലും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും ഇത്തരത്തിലുള്ള ഈ നമ്മുടെ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ സംരംഭം കൃത്യമായി നടക്കുന്നതിന് വേണ്ടിയാണ് പൂരപ്രേമി സംഘം ഇത്തരത്തിൽ ഒരു സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഈ നിയന്ത്രണങ്ങൾക്ക് പിന്നിലെ വലിയ ഒരു ഗൂഢാലോചന ഉണ്ടെന്നാണ് പൊതുവെ ഉയരുന്ന ഒരു ആരോപണം. ഇത്തരത്തിലുള്ള ഈ വന്ന വിധി ഏകപക്ഷീയമായാണ് ഹൈക്കോടതിയുടെ വിധി വന്നത്. ഈ ഹൈക്കോടതിയുടെ വിധിയിൽ പൂരപ്രേമികളെയും ദേവസ്വം ഭാരവാഹികളെയും കേട്ടതിന് ശേഷം മേളപ്രമാണിമാരുടെയും ഇന്ന് ഇവിടെ ആലവട്ടം ഗഞ്ചാമരമെല്ലാം ഉണ്ടാക്കുന്ന പ്രൊഫസർ മുരളീധരൻ ചാത്തനാത്ത് ഇന്ന് ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യുകയാണ്. നിരവധിയായ തൊഴിൽ നഷ്ടമാണ് അതിലുണ്ടാകുന്നത്. വാദ്യക്കാരുടെയൊക്കെ ഒരു വർഷം വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമാണ് വരുന്നത്. ഇവർക്കൊന്നും പെൻഷനില്ല, മറ്റ് കാര്യങ്ങളില്ല. ഇവർക്ക് ആരോഗ്യമുള്ളിടത്തോളം വർഷത്തിൽ 6 മാസം മാത്രം കൊട്ടിയാണ് ഉപജീവനം നടത്തുന്നത്. അതിൽ നിന്നെല്ലാം ഇവരുടെ എല്ലാം തൊഴിൽ നഷ്ടമുണ്ടാവരുത്, എല്ലാവർക്കും ഉപജീവനത്തിനുള്ള മാർഗമുണ്ടാവണം. സാമ്പത്തിക സ്രോതസ് പൂരമെന്നുള്ള സംഭവമൊക്കെ വരുമ്പോൾ വലിയൊരു സാമ്പത്തിക സ്രോതസ്സാണ് അതാത് സ്ഥലങ്ങളിൽ വരുന്നത്. ഭക്ഷ്യശാസ്ത്രം പറയുന്നവരും ബലൂൺ വിൽക്കുന്നവരും പലഹാരങ്ങൾ വിൽക്കുന്നവരും അടക്കം എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളും പൂരവുമായി ബന്ധപ്പെട്ടവരാണ്. ഇതിന് കൃത്യമായ നിയമനിർമ്മാണം കേരള സർക്കാരുകൾ ഇടപെട്ട് കൃത്യമായ നിയമനിർമ്മാണം നടത്തി അതിനുവേണ്ട എല്ലാ പിന്തുണയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും നൽകണമെന്നാണ് പൂരപ്രേമി സംഘത്തിന് പറയാനുള്ളത്.